അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ പരാജയമാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിന്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ GCC രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ ബെൻ ഗുരിയോൻ എയർപോർട്ടിലേക്ക്, അതായത് സാധാരണ സിവിലിയന്മാർ ഉപയോഗിക്കുന്ന ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് മാറ്റുന്നു എന്നാണ്. ഈ കഴിഞ്ഞ ദിവസം മാത്രം 4 വിമാനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ചാനൽ 12 പറയുന്നത് ഈ വിമാനങ്ങൾ ഇറാന്റെ ആക്രമണത്തിൽ അതിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണ് 4 വിമാനങ്ങൾ കൂടെ ഇസ്രായേലിലെ സിവിലിയൻ എയർപോർട്ടിൽ എത്തുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചാനൽ 12 പറയുന്നത് 33 ഇത്തരത്തിലുള്ള വിമാനങ്ങളാണ് ഇപ്പോൾ ഈ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് എന്നാണ്. ഇത് കാരണം സാധാരണ സിവിലിയന്മാർ ഉപയോഗിക്കുന്ന ഈ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ മറ്റു വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി നേരിടുന്നു. ഇനി അമേരിക്കയുടെ ഇത്തരത്തിലുള്ള വിമാനങ്ങൾക്ക് സൗകര്യം നൽകരുത്, അത് മറ്റെവിടെയെങ്കിലും ആയിരിക്കണം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. കാരണം കൂടുതൽ ടിക്കറ്റുകൾ റദ്ദാക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് ഇത് കാര്യങ്ങൾ എത്തിക്കും എന്നാണ് ഇസ്രായേലിന്റെ പത്രം സൂചിപ്പിക്കുന്നത്. അതേസമയം ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ജോർദാനിലുള്ള അമേരിക്കയുടെ 3 ബേസുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ പ്രധാനമായും ഇന്ധനം നിറക്കാൻ ആവശ്യമായ വിമാനങ്ങളുടെ ഇന്ധന സ്റ്റോറേജുകൾക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. GCC രാഷ്ട്രങ്ങളിലും അതുപോലെ തന്നെ ജോർദാനിലടക്കം ഇത്തരം കേന്ദ്രങ്ങൾക്ക്, യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കുന്ന സ്റ്റോറേജുകളെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അത് കാരണം ഈ യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറക്കാൻ അമേരിക്ക വലിയ പ്രതിസന്ധി നേരിടുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇറാൻ വളരെ സൂക്ഷ്മമായി തന്നെയാണ് അമേരിക്കയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പിടിച്ചാലാണ് അമേരിക്ക കീഴ്പ്പെടുക എന്ന കൃത്യമായ പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇറാൻ അവരുടെ ആക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾക്ക് എണ്ണയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന രീതിയിൽ കൂടെ ഇറാന്റെ ആക്രമണങ്ങൾ പോകുന്നു. അത് വലിയ പ്രതിസന്ധി അമേരിക്കയുടെ യുദ്ധമുഖത്ത് ഉണ്ടാക്കുന്നു എന്നാണ് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.